പെണ്ണിന്റെ കണ്ണിലെ പുത്തിരി കത്തുമ്പം പകിരിയും മത്തപ്പും വേറെ വേണോ? എങ്ങനെയുണ്ട്? കാണുമ്പോ തന്നെ തൊലിയിരിഞ്ഞു പോണില്ലേ? അതാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ 2025 എത്തി നിൽക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം ഉണ്ടല്ലോ, അതായത് ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക്, ഈ ഡെക്കേഡിൽ നമ്മൾക്ക് കിട്ടിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് സോഷ്യൽ മീഡിയന്ന്. സോ അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ആപ്പാണ് ടിക്ടോക്ക്. സോ ദ ന്യൂസ് ഈസ് ടിക്ടോക്ക് ഇസ് ബാക്ക് ഗൈസ്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തത്. ഇന്ത്യയിൽ മാത്രമല്ല, പല പല കൺട്രീസിലും ഈ ആപ്പ് ബാൻ ചെയ്തിട്ടുണ്ട്. അതിന് പല പല റീസൺസ് ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചല്ല ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ഈ ടിക്ടോക്ക് വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ടിക്ടോക്ക് ആപ്പ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുമുള്ള സമയത്തുള്ള ഒരു ഓളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് ഈ സമയം പോകാൻ തന്നെ ആദ്യം നമ്മൾ ചൂസ് ചെയ്യണ ആപ്പ് എന്ന് പറയുന്നത് ടിക്ടോക്ക് ആണ്. യൂട്യൂബിനേക്കാളും എനിക്ക് തോന്നുന്നു ആ കാലത്തൊക്കെ യൂട്യൂബിനേക്കാളും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ളത് ടിക്ടോക്കിന് തന്നെയാണ്. അത്രത്തോളം ഒരു കോൺട്രിബ്യൂഷൻ നമുക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ടിക്ടോക്ക് വന്നതോടുകൂടി പല ആൾക്കാരുടെയും ലൈഫിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ ടിക്ടോക്കിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് പോവുക, അല്ലെങ്കിൽ എന്താ പറയാ, മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അങ്ങനെ കുറെ സമയം നമ്മുടെ ലൈഫിൽ വേസ്റ്റ് ആയി പോയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അതിലൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതേസമയം പോസിറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വേൾഡിനോട് വിളിച്ച് പറയാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ആൾക്കാരുടെ ലൈഫാണ് മാറി മറിഞ്ഞിട്ടുള്ളതെന്ന്. കാരണം ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള പല സെലിബ്രിറ്റീസും ടിക്ടോക്കിലായിരിക്കും ആദ്യം ഫേസ് കാണിച്ചിട്ടുണ്ടാവുക. അതിൽ കൂടെ ആയിരിക്കും അവർ കൂടുതൽ ലേൺ ചെയ്തിട്ടുണ്ടാവുക. സോ അവർക്ക് അതിൽ നിന്നൊരു പ്രാക്ടീസ് കിട്ടി. ദെൻ ടിക്ടോക്ക് പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരു എന്താ പറയാ, അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവർ അതിലെടുത്ത എഫേർട്ട് ഇതിലിട്ടു. സോ പെട്ടെന്ന് റീച്ച് ആയി. കാരണം അതിൽ കണ്ട് മറന്ന പല ഫേസുകളും ഇതിലേക്ക് വരുമ്പോൾ, ഓ ഇത് ടിക്ടോക്ക് ചെയ്ത ഒരു വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യും. സോ അങ്ങനെയാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇത്രത്തോളം വളർച്ച ഉണ്ടായത്. കാരണം ടിക്ടോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡാണ് ഇൻസ്റ്റയും ഫോളോ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് ഹാഷിർ, അർജു, പിന്നെ ഫുക്രു, ഈ 3 പേര് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇവരുടെ കാര്യം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളത് ടിക്ടോക്കിലൂടെയാണ്. അർജുന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക്ടോക്കിലെ വീഡിയോസ് യൂട്യൂബിലിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ നല്ല റീച്ച് ആയത്. അതിനും ടിക്ടോക്കിന്റെ ഒരു സഹായം വേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള ഹാഷിർ, ഫുക്രു, ഇവരൊക്കെ ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്തിട്ടാണ് അവരുടെ ഫേസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ ഫെമിലിയർ ആയി തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഈ ടിക്ടോക്ക് പോയ ശേഷം ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ അവരെ ഫോളോ ചെയ്യും. സോ അങ്ങനെയാണ് അവർക്ക് ഒരു സഡൻ റീച്ച് ഇത്രത്തോളം അവർക്കുണ്ടായത്. പ്ലസ് അവരുടെ ഒരു എഫേർട്ടും കൂടെ നമ്മളതിൽ കാണും. അപ്പോൾ ഇവരെന്തുകൊണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള, അതായത് ടിക്ടോക്കുള്ള കാലം പോലും യൂട്യൂബിൽ ഇട്ടിട്ടുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്രോസസ്സ്, മീൻസ് അത് ട്രെൻഡ് ആക്കാനുള്ള പ്രോസസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒന്ന് ആലോചിച്ച് നോക്കി, ടിക്ടോക്ക് വരുന്നതിന് മുമ്പ് ഒരു 10 വർഷങ്ങൾക്കൊക്കെ മിനിമം 10 വർഷം മുമ്പ് വന്നാണ് ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള ആപ്പ്. എന്നിട്ടും ടിക്ടോക്ക് ഉണ്ടാക്കിയ ഓളം എന്തുകൊണ്ട് മറ്റുള്ള ആപ്പുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്ടോക്കിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേൾഡ് വൈഡ് റീച്ച് ആക്കാൻ പറ്റുന്ന ഒരു അൽഗോറിതമാണ് ടിക്ടോക്കിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനകത്തേക്ക് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബിന്റെ വ്യൂവർഷിപ്പിന് പോലും കോമ്പറ്റീഷൻ കൊടുക്കാവുന്ന തരത്തിൽ ഒരു സമയത്ത് മാറിയേക്കാവുന്ന ഒരു ആപ്പായിരുന്നു ടിക്ടോക്ക്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 പേരുടെയും ഫേസ് ഫെമിലിയർ ആവാൻ തന്നെ കാരണം ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ചെയ്തിട്ട് ദെൻ ടിക്ടോക്ക് പെട്ടെന്ന് ഒരു ദിവസം ബാൻ ചെയ്തു എന്നിരിക്കുമ്പോൾ ഇവരുടെ ഒരു ഫെയിം പോവുകയാണ് ചെയ്യുക. പക്ഷെ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു, റീൽസ് എന്നുള്ള സംഭവം. അതിൽ അവർ പെട്ടെന്ന് ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവും ടിക്ടോക്കിലുള്ള ആ വ്യക്തിയാണ് ഈ വ്യക്തി. സോ എന്തുകൊണ്ട് നമുക്ക് അവരെ ഫോളോ ചെയ്തുകൂടാം? കാരണം അവർ ചെയ്യുന്ന നല്ല വീഡിയോസ് ആണ്. അവരെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമയം പോകും, എന്റർടൈൻമെന്റ് കിട്ടും. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസ് ഇത്ര പെട്ടെന്ന് റീച്ച് ആവാൻ കാരണം. സോ അവരുടെയൊക്കെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത് ടിക്ടോക്ക് ആണ്. അവരുടെ ലൈഫ് ഇത്രത്തോളം മാറ്റിമറിച്ച ഒരു ആപ്പും കൂടെയാണ് ടിക്ടോക്ക്. ഇതൊക്കെ പോസിറ്റീവ് സൈഡാണ്. ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് സൈഡും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഒരു സംഭവമാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എഐയുടെ ഒരു കാര്യങ്ങളൊക്കെയാണ്. സോ
ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ തൊപ്പിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോർമൽ ആയിട്ടുള്ള ഒരു സെക്കൻഡായിരുന്നു. ഇപ്പൊ അത് അവൻ ഏത് ലെവലിൽ വളർന്നു എന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ഇപ്പൊ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് മൊത്തം വളർന്നു വന്നത് ഇവരുടെ കഴിവും എഫേർട്ടും പ്ലസ് ഈ ആപ്പുകൾ നമുക്ക് തന്നിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ആണ്. അതൊക്കെ യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്താൽ, അതായത് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫും മാറും. അതിന് കഴിവും കൂടെ വേണം കേട്ടോ. കുറെ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മളിപ്പോ ഈ വീഡിയോയുടെ ഇൻട്രോയ്ക്ക് നമുക്ക് ഇട്ട വീഡിയോസ് കുറെ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണ്. അത് അന്ന് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്രത്തോളം ക്രിഞ്ചടിപ്പിക്കുന്ന വീഡിയോസ് ആയിട്ട് നമുക്ക് തോന്നും. തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം സംഭവിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു യൂട്യൂബിനെ പോലെ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് അവരുടെ ക്രൈറ്റീരിയസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് അവർ ഇങ്ങോട്ട് ക്യാഷ് തരുന്ന ആ ഒരു പരിപാടി, അതായത് സെയിം ആസ് യൂട്യൂബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഉള്ള ഇൻസ്റ്റയിലുള്ള പല ആൾക്കാരും അങ്ങോട്ടേക്കും കൂടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ റീച്ച് നന്നായിട്ട് തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വ്യൂവർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ റീച്ചിന്റെ ലെവൽ ആണെന്നുണ്ടെങ്കിലും കുറച്ച് പെർസെന്റേജ് ഉറപ്പായിട്ടും ടിക്ടോക്ക് കൊണ്ടുപോകും. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ബെനിഫിറ്റ് എവിടെ കിട്ടുന്നോ അവിടെ തന്നെ ആയിരിക്കും യൂസേഴ്സും ഷിഫ്റ്റ് ആവാനുള്ള ചാൻസ്. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. സോ അതൊക്കെ ഈ ടിക്ടോക്ക് ബാൻ ചെയ്ത ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം ഡിസേബിൾ ആയി പോയിട്ടുണ്ടാവും. ആ അക്കൗണ്ട് നമുക്ക് റീറ്റേൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഡാറ്റാസ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ പരം ഒരു അഡ്വാൻറ്റേജ് കിട്ടാനില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു അക്കൗണ്ട് അത്രത്തോളം റീച്ച് ആക്കാൻ സാധിച്ചിട്ടുണ്ടാവും. സോ അതൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പോകുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം പിടിച്ച ഒരു കാര്യമാണ്. അത് അതിനുള്ള എഫേർട്ട് എടുത്ത ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ആ ഡാറ്റ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഈസി ആയിരിക്കും. സോ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. then ഇത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു ജനറേഷനിൽ വളരെ കുറവാണ്. നോക്കാം. ഇപ്പൊ എങ്ങനെയാണോ ഇൻസ്റ്റ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ടിക്ടോക്കും ഇനി പോകാൻ തുടങ്ങുക. ഒരേ ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രോയിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള കണ്ണാപ്പിത്തരങ്ങൾ ഇനി എന്തായാലും ഉണ്ടാവില്ല. സോ നല്ല നല്ല വീഡിയോസ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ തോട്ട്സ് താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.